ടാലിയിലെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിലെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴോട്ട് വരുമ്പോൾ സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. എൻ്റർ ബട്ടൺ അമർത്തി ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഐറ്റത്തിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഐറ്റം ഏതാണോ അതിൻ്റെ പേര് അവിടെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ വിവോ X100 എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ അണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് ഗ്രൂപ്പിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ വിവോ X100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൊബൈലാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് കണക്കാക്കുക മൊബൈൽ എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ നെയിം എന്നുള്ള കൊടുത്ത് മൊബൈൽ എന്ന് കൊടുക്കുന്നു. നമ്മൾ ഗ്രൂപ്പ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് മൊബൈലാണ്. എൻ്റർ അമർത്തി താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. യെസ് അമർത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റഗറി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. കാറ്റഗറി നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡിനെയാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തു. നെയിമിൻ്റെ അവിടെ ഞാൻ വിവോ എന്ന് ബ്രാൻഡിൻ്റെ പേര് കൊടുത്തു. എൻ്റർ അമർത്തി താഴോട്ട് വന്നു. എക്സെപ്റ്റ് എന്നുള്ളത് യെസ് കൊടുക്കാം. താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ യൂണിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനായിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ എന്ന് നെയിം കൊടുത്തിട്ടുള്ള ബോക്സിൽ നമ്മൾ NOS എന്ന് കൊടുക്കുക, നമ്പേഴ്സിൻ്റെ സിമ്പിൾ. അതിനുശേഷം ഫോർമൽ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ നമ്പേഴ്സ് കൊടുത്തു. അതിൽ UQC എന്നുള്ള ഓപ്ഷനിൽ NOS നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡെസിമൽ പ്ലേസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്പേഴ്സിന് നമുക്ക് ഡെസിമൽ പ്ലേസ് വരാത്തതുകൊണ്ട് 0 തന്നെ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എൻ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാവുന്നതാണ്. എൻ്റർ അമർത്തി നമ്മൾ ബാക്കിലോട്ട് വന്നു. ഇനി GST ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഐറ്റം GST അപ്ലിക്കബിൾ ഉള്ള ഐറ്റം ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്ലിക്കബിൾ തന്നെ കൊടുക്കാം. അതിനുശേഷം സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് കാണാം. അവിടെ നോ എന്നുള്ള കൊടുത്ത് ജസ്റ്റ് Y എന്ന് കൊടുത്ത് എൻ്റർ അമർത്താം. എൻ്റർ അമർത്തി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ഐറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ HSN കോഡിൻ്റെ ബോക്സിൽ വന്നിട്ട് നേരിട്ട് HSN കോഡ് തെറ്റാതെ കൊടുക്കുക. പിന്നെ കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളത് എപ്പോഴും ഓൺ വാല്യൂ വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം ടാക്സബിലിറ്റി, ഈ ഐറ്റം ടാക്സബിൾ ആണോ എക്സെപ്റ്റഡ് ആണോ എന്നാണ് ചോദിക്കണത്. ഞാനിപ്പോൾ ഇവിടെ ടാക്സബിൾ കൊടുക്കുകയാണ്. ടാക്സബിൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടാക്സ് റേറ്റ് നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സിൻ്റെ അവിടെ അതിൻ്റെ ടാക്സ് റേറ്റ് ഞാനിപ്പോൾ 18% കൊടുത്തു. ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 9 എന്നുള്ള സ്പ്ലിറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തി താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ ബോക്സിലോട്ട് പോകും. അവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഗുഡ്സ് തന്നെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനവിടെ ഗുഡ്സ് കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് കൊടുത്ത് എൻ്റർ അമർത്തുമ്പോൾ താഴോട്ട് വരും. അവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഐറ്റം ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണമാണ് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസിൽ കൊടുക്കാം ക്വാണ്ടിറ്റി എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ 0 കൊടുത്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അക്സെപ്റ്റ് എന്നുള്ള ബോക്സ് വരും. യെസ് കൊടുത്താൽ ഐറ്റം സേവ് ആയിട്ടുണ്ട്.